Okay? So, well, I extend a very warm and hearty welcome to each one of you present here. And I would like to thank you all for taking out your valuable time from your heavy schedules and marking this spectacular occasion with your glorious presence. So, before moving ahead, I'll introduce myself. My name is Varsha Vijayan and I will be your host for this event. Okay? So, can I hear a huge round of applause, everyone? Okay, so എന്റെ ഭർത്താവിനും My daddy. മുതലാളി അങ്ങനെ എല്ലാം പറയാം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. യെസ്, നമ്മുടെ സ്ഫടികം സിനിമയില് നമ്മുടെ ലാലേട്ടന്റെ ചൈൽഡ്ഹുഡ് റോള് ചെയ്തത് തോമസ് ചാക്കോ ആണ്. തോമയുടെ ചൈൽഡ്ഹുഡ് റോള് ചെയ്ത വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം മെക്സിക്കൻ അപാരത അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഡയറക്ടോറിയൽ ഡെബ്യൂ അത് തീവ്രം എന്ന മൂവിയിലൂടെയാണ് വന്നത്. അതിനുശേഷം യൂട്യൂബ് ബ്രൂട്ടസ് എന്ന മൂവിയും ഡയറക്ട് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മുടെ ഭാസ്കരവർണ്ണ മൂവിയിലെ ഡയറക്ടറാണ്, റൈറ്ററാണ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസറാണ്. അതേപോലെ ഈ മൂവിയില് ഒരു ലീഡ് റോളും ചെയ്യുന്നുണ്ട്. യെസ്, സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ രൂപേഷ് പിലാപ്പൻ on the stage to speak a few words. Give him a huge round of applause, everyone. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ സിനിമയുടെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. ചെറിയ സിനിമയാണ്. ഈ പറയുന്നത് പോലെ ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് പേഴ്സണലായ ഒരു സിനിമയാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കഥ നമുക്ക് കണ്ട ടീസർ, ഈ ടീസറിൽ തന്നെ ഒരു മാതിരിപ്പെട്ട നമുക്ക് അറിയാം, ഓൾമോസ്റ്റ് ഫേമസ്. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് എൻ്റെ പ്രൊഡ്യൂസറായ അറുപത് സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സീതാവും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളത് ഈ 3 വ്യക്തികളാണ്. മാത്രമല്ല, ഈ സിനിമ ഞാൻ പറഞ്ഞത് ചെറിയൊരു ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് ചെറിയൊരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ നടീനടന്മാരുമാണ്. എനിക്ക് അവരോടും ഏറ്റവും നന്ദിയായിരുന്നു. പിന്നെ ഈ സിനിമ എല്ലാവർക്കും വിചാരമുണ്ട് ഞാനാണ് നായിക. ഞാനല്ല നായിക. ഭാസ്കരൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ അജയ് ഭക്തൻ സാറാണ്. അപ്പോൾ ഇദ്ദേഹമാണ്. ഞാൻ ഇതൊരു എനിക്ക് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ടീച്ചറൊന്നും ഇദ്ദേഹത്തിന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സിനിമയിൽ കാണട്ടെ, ലിറിക്കൽ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ സംഭവം എന്തെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അജയ് സാറിനെ പറ്റി 2 വാക്ക് ഞാൻ പോയിട്ട് മൈക്കണ്ട് കൊടുക്കാം. വേറെ ഒന്നുമല്ല, എന്നെ കൊണ്ട് കോളേജിൽ പഠിച്ച സാറാണ് ഈ മനുഷ്യൻ. NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും കോപ്പടിക്കാൻ സമ്മതിക്കില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായി. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടിയും അറിയുന്ന സാറ് കൂടിയായിരുന്നു. അങ്ങനെ ഒരു പണി കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി സിനിമണി കൊടുക്കാൻ പറ്റി. ആ സത്യത്തെ സാറിന് പണി കൊടുക്കും. നമസ്കാരം. ആദ്യമായിട്ടാണ് ക്യാമറ മുതൽ വന്നത്. വളരെ യാദൃശ്യമായിട്ട് രൂപേഷ് പണ്ട് കോളേജ് പഠിക്കുന്ന എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ സിനിമയുടെ പേരിൽ റോഡ് തരണം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു വേദിയിൽ നിൽക്കും. അത് ടൈറ്റിൽ റോഡ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ദിവസം എന്നെ വിളിച്ചു, എല്ലാം കഴിഞ്ഞു ജീവിതം എൻ്റെ പാട്. ഞാൻ എൻ്റെ കമ്പനി എൻ്റെ ജോലി നടന്നത് ദിവസം വിളിച്ചു പറഞ്ഞു, ഒരു 10 ദിവസത്തേക്ക് ചെറിയ റോഡ് ഉണ്ടല്ലോ. ശരി, വന്ന് പോവാന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പം മനസ്സിലാവില്ല എത്രത്തോളം ഭാര്യയാണ് പുള്ളി ഉദ്ദേശിച്ചത്.
എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ ഒരു ചാൻസ് തന്ന മുകേഷ്, അറുപത് സർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഇതിലുപരി പലതും ഇൻഡസ്ട്രിയിൽ ഷൂട്ടിങ്ങിൽ അറിയാത്ത എന്നെ ഓരോന്നും പഠിപ്പിച്ചെന്ന് എൻ്റെ കാസ്റ്റും ക്രൂഡും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നുവെച്ചാൽ ഒന്നും അറിയാതെയാണ് ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പലതും പഠിച്ചത്. ഓരോരുത്തരുടെ പേര് പറയുന്നത് എനിക്ക് അരമണിക്കൂർ വേണം. എല്ലാവരോടും തന്നെ നന്ദി പറയാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, സോ അടുത്തതായി ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങാണ്. സോ അതിനായി റൂബി മാം, പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി ഭാസ്കർ ഭരണം സർ, പ്ലീസ് കം ഫോർവേഡ്. രൂപേ സർ, പ്ലീസ് കം ഫോർവേഡ്. മൂവിയുടെ co-producer ബിനോയ് സി ബാബു, പ്രൊഡ്യൂസർ അർമുഖം കെ ഗൗഡ, co-producer ഗോഡിൻ തോമസ്, മ്യൂസിക് ഡയറക്ടർ വിനോദ് രാഘവൻ സർ, പനോരമ മ്യൂസിക്. എല്ലാവരും വേദിയിലേക്ക് ഞാൻ സാധാരണ ക്ഷണിക്കുന്നു. ദീപക് സർ, എവരിബഡി പ്ലീസ് ടു ജോയിൻ. അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാവരും വേദിയിലേക്ക് ജോയിൻ ആവേണ്ടതാണ്. സർ എല്ലാവരും വരണം. യെസ്, എല്ലാവരും ജോയിൻ ആവേണ്ടതാണ് ദീപം തെളിയിക്കൽ ചടങ്ങിൽ. രാഘവൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സാധാരണ ക്ഷണിക്കുന്നു. സർ, പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാമോ സാറിന്? താങ്ക് യു. നമുക്ക് പനോരമ സ്റ്റുഡിയോസ് ഞാൻ co-producers ആയ ദീപക് സാറിനെയും അതേപോലെ തന്നെ ബിനോയ് സാറിനെയും വേദിയിലേക്ക് സാധാരണ ക്ഷണിക്കുന്നു. Sir, if you could join on dais, please. നല്ലൊരു കൈയ്യടി കൊടുക്കാമോ? താങ്ക് യു. ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്യാമോ? ഹ്യൂമർ ഉണ്ട്, എലമെന്റ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്, പക്ഷേ മോർ ദാറ്റ് ഭയങ്കര ഇമോഷണൽ സ്റ്റോറിയാണ് ബിറ്റ്വീൻ എ ഫാദർ ആൻഡ് സൺ. അപ്പോൾ അത് കൂടാണ്ട് ഈ പറയുന്ന പോലെ ഇതിൽ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന സ്മോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുറച്ചിട്ടും ആരോഗ്യം എല്ലാതും ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുടുംബം ഒറ്റക്കെട്ടൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു സിനിമയാണ്. ഈ ലിറിക്കിൽ വേണ്ടി പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോർഡൻ തോമസ് ആണ്. ഗോർഡൻ തോമസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സംഭവം അധ്യായം ഒന്ന് നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ഗംഭീര ഹിറ്റായ ഫോക്കസ് ആയിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഭാസ്കര ധർമ്മം. ഇനി ഞാൻ ഗോർഡനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഗോർഡൻ വരുന്നതിന് മുമ്പ് ഒരു 6-7 മ്യൂസിക് ഡയറക്ടർമാരുണ്ടായിരുന്നു.
എനിക്ക് പല പ്രശ്നങ്ങളും സിംഗിളും കിട്ടാത്ത കാരണം അവർക്ക് മാറിപ്പോയി. അപ്പോൾ ഈ എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റിൽ നമ്മളിപ്പോൾ ദീപക്കും ബിനോയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓൺബോർഡ് വന്ന സമയത്ത് മ്യൂസിക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത ആളാണ് ഗോഡ്മാൻ. പക്ഷെ ഞാൻ ഗോഡ്മാനായിട്ട് ആദ്യത്തിലൊക്കെ സെറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സിംഗ് ഉണ്ടായി. അപ്പോൾ ഈ ലിറിക്കൽ വീഡിയോനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ ലിറിക്കൽ വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എഡിറ്റർ പനി പിടിച്ച ഹോസ്പിറ്റലിൽ, ഇപ്പോൾ റാഷൻ എന്നത് എവിടെയും ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ കുട്ടമയ്യാൻ്റെ ഹോസ്പിറ്റലിൽ ഇത് എന്ത് ചെയ്യും, ആരും എഡിറ്റ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോഡനോടൊക്കെ വിഷമം പറഞ്ഞു. ാണ് നാളാക്കിയതാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ചേട്ടാ ഡിസ്ക് പോന്നേക്കുന്നു. ഞാൻ ആ ഹാർഡ് ഡിസ്ക് എടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ ചെയ്തു. മുമ്പിൽ ഉടനെ തന്നെ ഓപ്പൺ ഒക്കെ ഇരുന്നു. മുമ്പിൽ പണി വന്നു. ഞാൻ ചോദിച്ചു ഗോഡനെ എനിക്ക് ഈ പണി അറിയോ, ഇങ്ങനെയൊക്കെയല്ല ചേട്ടാ അതാണ് ഗോഡൻ. വീഡിയോ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇത് വീഡിയോ എഡിറ്റിങ്ങും എല്ലാ ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ഗോഡൻ. അറിയണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഗോഡൻ അപ്പുറത്തേക്ക് കൊടുത്തു. ആദ്യം തന്നെ സുരേഷേട്ട, ദീപക്കേട്ട, സാർ എല്ലാവർക്കും നന്ദി. സുരേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ടീച്ചറായിരുന്നു ചെയ്തത്. ടീച്ചറിന്റെ മ്യൂസിക് ചെയ്യാനായിട്ട് തന്നു. ഞങ്ങൾ 2 ദിവസം ഇങ്ങനെ ഇരുന്നു, ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞ് സുരേഷേട്ടനെ വിളിച്ചു കേൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് തിരിച്ചു. ചേട്ടൻ പുറത്തിരുന്നു. പിന്നെ അടുത്ത് വന്നിട്ട് ചേട്ടായി കാണിച്ചു. അന്ന് സിംഗായി. അത് പിന്നെ അവർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിന്റെ ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് എല്ലാം ചോളം കൊടുത്തു. എല്ലാം ചോളം പറഞ്ഞാൽ 5 മിനിറ്റ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയൊരു ടെർമിനോളജി മുമ്പിൽ വന്നു. ഒരു ജോണർ ഷിഫ്റ്റിംഗ് മൂവിയാണ്. എല്ലാവരും ജൂൺ 26 റിലീസാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ആണ് തീർച്ചയായിട്ടും. ഞാൻ രണ്ടുപേരും ഈ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യണം. പാട്ട് പാടിയ ഫൗസിയ, ഫൗസിയെ പറ്റി ഗോഡൻ വാക്ക് പറയും. അതുപോലെ ഞാൻ പറയും. ഫൗസി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാത്തതാണ്. ഫൗസിനെ ഞാൻ ആദ്യം നമ്മുടെ സംഭവത്തിലെ ഒന്നിന്റെ സോങ് ഫൗസിനെയാണ് പാടിയത്. അപ്പോൾ ഇതിലും ഫൗസിനെ തന്നെ പാടിച്ചു. നല്ല കുട്ടിയാണ്. ഞാനിങ്ങനെ ചോദിച്ചു പാട്ടൊക്കെ ആര് പാടുന്നു ചോദിച്ചു. ഞങ്ങളിങ്ങനെ വേറെ കുറെ പേരുകൾ ഇങ്ങനെ കോൺസെപ്റ്റ് ഇതെല്ലാം ചെയ്തു. പക്ഷെ അവസാനം ഗോഡൻ പറഞ്ഞു ഞാൻ ഈ സംഭവത്തിൽ പാടി കുട്ടികളെ കൊണ്ടുവരാം. ഞങ്ങൾ നല്ലൊരു കൊണ്ടുവന്നു ട്രൈ ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് പോയി. കാരണം എനിക്ക് തോന്നുന്നില്ല നാഗപ്പാട്ട് ട്രാൻസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ വരികൾ ഇദ്ദേഹത്തെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഇദ്ദേഹമാണ് തീവ്രം. ഞാൻ ആദ്യം സംബന്ധിച്ച തീവ്രത്തിൽ അപ്പൊ ഈ പറയുന്ന പോലെ അദ്ദേഹം തീവ്രത്തിൽ കുറിച്ച് എഴുതിയതിനു ശേഷം വർഷം ഈ സിനിമയുടെ നമ്മളതിന്റെ വർഷം എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട്. അവരുടെ എന്താ പറയാ ടീമിൽ പറയുകയാണ്. അദ്ദേഹം എന്താ പറയുക 2 റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഞങ്ങളുടെ ടൈം ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്നാളെ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. എന്തൊക്കെയുണ്ട് ബ്രോ, എത്ര നാളെ കണ്ടിട്ട്. ഞാൻ കറക്റ്റ് സമയം പാടാതെ അങ്ങനെയാണ് ഇവർക്കൊണ്ട് 2 പാട്ട് ഫിക്സ് ചെയ്തിച്ചു. അതാണ് എനിക്ക് കാരണം ഇതിനു മുമ്പ് ചെയ്തത് ഞാൻ സംസ്ഥാനത്തെ തീവ്രമാണ്. 2ാമത്തെ സിനിമയാണ് ഈ പറയുന്ന ഭാസ്കർ. 2 വാക്ക്. First of all, thank you for inviting me to this movie. ഇതില് ഭാഗമാകാൻ പറ്റിയത് വലിയ ഭാഗ്യം. ഇതിനു മുമ്പ് തീവ്രം ചെയ്തപ്പോഴും അത് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചായിരുന്നു. അത് പക്ഷെ ആ പാട്ട് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഇത് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. കാരണം നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ട്രാൻസ് മൂഡാണ്. വളരെയധികം ആ ഒരു വൈബിലേക്ക് പോകുന്ന ടൈപ്പ് ഒരു പാട്ടാണ്. അപ്പോൾ അത് ചെയ്യാൻ ചാൻസ് തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്.
പിന്നെ ജൂഡാണെന്ന് മരിച്ചു സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ? അതൊക്കെ എന്താ ചോദിക്കാനുള്ള? എനിക്ക് സ്വർഗത്തിൽ പോയി ഫൗസിയ പ്ലീസ് കം ഫോർവേഡ്. അപ്പൊ ഫൗസിയ ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. നല്ലൊരു കൈയടി കൊടുക്കാമോ ഫൗസിയക്ക്? ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഏറ്റവും വലിയ നന്ദി ഈശ്വരനോട് പറയുന്നു. കാരണം രൂപേഷിന് ഈ സിനിമയിലെ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന് കുറെ കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് പ്രൊഡക്ടറാണ് ഞാൻ രൂപേഷിന്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ എഴുത്തും പരിപാടികളൊക്കെ രൂപേഷിനെ സഹായിച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടുമായിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലെയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മകന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരുപക്ഷെ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയെ ഇത്രത്തോളം എത്തിച്ച ആദ്യം തന്നെ അറുമുഖം സാറിന്റെ ആ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാസ്കരനും ഭരണമൊക്കെ തുടങ്ങുമായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോ സാറിന്റെ ആ യെസിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ നന്ദി എന്ന് പറയുന്നത് വാക്കുകൊണ്ടല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷയുടെ കറിയുള്ള എല്ലാവരും. അതുപോലെ ഇതിന്റെ നമ്മൾ ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വന്ന് അവസാനം ഇപ്പോ പേര് പോലെ തന്നെ ഗുഡ് ഫെല്ലാസ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ദീപകനും ബിനോയ്ക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ. അത് പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകുന്നത് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ ഗുഡ് ഫെല്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഈ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാസ്കരഭരണം എത്തില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഈ ടീമിൽ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇനി പരിചയപ്പെടും. ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ഇതിന്റെ DOP ആയിട്ട് ആർട്ടായിക്കോട്ടെ, കോസ്റ്റാർസ് ആയിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആണ് ഭാസ്കരഭരണം എന്ന് ഞാൻ എടുത്ത് ഒന്നും കൂടി പറയുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞ ഗോഡ്വിൻ കണ്ടെത്തിയ പോലെ ഒരു ജോണർ ഷിഫ്റ്റ് ഉള്ള രീതിയിൽ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളെ രസിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോ ഈ കാണുന്ന ഈ സപ്പോർട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ജൂൺ 26-ാം തീയതി തിയേറ്ററിൽ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷിച്ച് ഇതിനേക്കാൾ നല്ല കൈയടി അന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പാർവതി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ഫോർവേഡ് പാർവതി. പാർവതിക്ക് നല്ലൊരു കൈയടി കൊടുക്കാമോ? താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം. എനിക്ക് വളരെ പുതുമയുള്ള ദിവസമാണ്. ഞാൻ കുറേ മീഡിയാസിനെ ഫേസ് ചെയ്തു. ഇപ്പോൾ ഈ ഓഡിയോ ലോഞ്ചും എല്ലാം എനിക്കൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. അപ്പോൾ അതിനെല്ലാം എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ ചേട്ടൻ രൂപേഷേട്ടന് ഒരുപാട് നന്ദി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തട്ടിമുട്ടിയിലാണ്. അവസരം എന്ന കഥാപാത്രമാണ്. അത് തന്നെ എന്താ പറയുക, എൻ്റെ ഗുരുസ്ഥാനീയനായ ഗോപാല മനോസാറിനെ ഓർക്കാണ്. അതിനുശേഷം ഞാൻ മേനക 2 ചെയ്തു, വളരെ മനോരമയുടെ. പിന്നെ ആലപ്പുഴ ജിംഖാന, ധീരൻ, ദേവദാശാജി സാറിൻ്റെ ധീരൻ ചെയ്തു. അതിനു മുന്നേ ഞാൻ എന്താ പറയുക ഭാസ്കരഭരണം ചെയ്തിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. സിനിമ എന്നത് ഇപ്പം ഈ നിമിഷം വരെ സിനിമ എന്നത് ഭയങ്കര നമുക്കൊട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സഹായം വന്ന വഴികളും എന്താ പറയുക, അതൊക്കെ ഞങ്ങൾക്ക് ആ ഒരു നൈറ്റ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. രൂപേഷിനെ വിളിച്ച് പറയുന്നത് നമ്മൾ ഓണായി വീണ്ടും എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദിയായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ദീപകേട്ടനെയും വിനോദ് ഞങ്ങളിങ്ങനെ അന്വേഷിക്കായിരുന്നു. അബുങ്ക സാർ ഞങ്ങൾ ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ ദീപകേട്ടനെ അന്വേഷിക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു യെസ് അത്
അത് വലിയൊരു ഷിഫ്റ്റാണ് എനിക്ക്. അതേപോലെ തന്നെ കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ കാണുന്നത് വളരെ സേഫ് ആയിട്ടുള്ള വളരെ സമാധാനപരമായിട്ടൊരു ക്രൂ ആയിരുന്നു ഞങ്ങളുടേത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷവും ഒരു വാർത്തൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ പാട്ട് കേട്ട സമയത്ത് ഭയങ്കര സന്തോഷം. അതൊക്കെ രണ്ടാമത്തെ വട്ടം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കൈയടിക്കുകയാണ്. അതിൻ്റെ ഒരു ഫീലും ഭാഗ്യം അടിപൊളിയായിരുന്നു. ഫൗസിയ ചേട്ടൻ വളരെ നന്നായിരുന്നു. അപ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ജൂൺ 26 ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഞങ്ങളുടെ ക്രൂവിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ പറഞ്ഞ പോലെ കൊച്ചു സിനിമയാണ്. ഇപ്പോൾ സ്റ്റാർ കാസ്റ്റ് നോക്കിയിട്ടല്ല ആരും സിനിമ വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ചോദിക്കുക, ഞങ്ങൾ പറയാണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. താങ്ക് യു സോ മച്ച്. പ്രധാനപ്പെട്ട ഒരു 3 ടെക്നീഷ്യൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സിനിമയിലെ ട്രെൻഡ്സ് ആരെങ്കിലും നോക്കിയെന്ന് മനസ്സിലാവും. ഒരു ബറ്റാലിയൻ സ്ത്രീ ടെക്നീഷ്യൻസായിട്ട് വർക്ക് ചെയ്തു. അതായത് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഉമ കുമരപുരമാണ്. അപ്പോൾ ഉമ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് വളരെ പരിചയമാണ്. ഞാൻ യൂട്യൂബ് റൂട്ടിൽ നിന്നുള്ള സിനിമ ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ സ്വരൂപ് ഫിലിപ്പായിരുന്നു എൻ്റെ ക്യാമറമാൻ. അപ്പോൾ സ്വരൂപിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ഉമ സിനിമയ്ക്ക്. അപ്പോൾ അന്ന് ഉമ സിനിമയ്ക്ക് വേണ്ടി ലൈറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടപ്പോൾ എനിക്ക് അന്ന് ഞാൻ ചോദിച്ചു, ലൈറ്റ് ഒക്കെ ചെയ്യണം പോകാം, എല്ലാം നന്നായിട്ട് എന്നാണ് സ്വന്തമായിട്ട് DOP ഇൻഡിപെൻഡന്റ് DOP ആവുന്നത് ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, പക്ഷേ ആരെയും അവസരം ഒന്നുമല്ല കിട്ടുള്ളൂ. കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്യണം എന്ന് തീരുമാനിച്ച സമയത്ത് ഉമ്മേനെ വെച്ചിട്ട് പരീക്ഷിക്കാൻ വെച്ചു. അങ്ങനെ ഉമ്മ ചെയ്ത പരീക്ഷണമാണ്, ഞങ്ങൾ ചെയ്ത പരീക്ഷണമാണ് വിഷ്വൽസ്. ഉമ്മ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വലിയ പരിചയമൊന്നുമില്ല. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും. പ്രൊഡ്യൂസർമാരുടെ മുഖത്തുള്ള ഈ ചിരി അത് കഴിഞ്ഞും കൂടുതൽ തെളിമയോടുകൂടെ ആ ചിരി തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം അത് സൂക്ഷിക്കാണ് വിചാരിക്കുന്നത്. അടുത്തൊരു പെൺപുലിനെ ഞാൻ പരിചയപ്പെടുന്നതാണ് തുന്തു നമ്മുടെ സിനിമയിലത്തെ ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ദുന്ദുവിന്റെ ആദ്യത്തെ സിനിമയല്ല, ഉമയുടെ ആദ്യത്തെ സിനിമയാണ് ഭാസ്കരൻ. ദുന്ദുവിന്റെ ആദ്യത്തെ പടം ലില്ലി എന്നുള്ള സിനിമയാണ്. അത് ഉമ ഒരു ചെറിയൊരു ഫീച്ചർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹിന്ദി ഫിലിമായിരുന്നു പ്രോസിക്യൂഷൻ. അതായിരുന്നു ദുന്ദു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത സിനിമ. 2ാമത് ചെയ്ത സിനിമയാണ് ലില്ലി. പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ജാവ, പത്മ, അങ്ങനെ നിരവധി സിനിമകൾ. അപ്പോൾ ഞാൻ ഈ സിനിമ നമ്മളെ ബഡ്ജറ്റുള്ള ചെറിയ സിനിമയായതുകൊണ്ട് ആരെ നമ്മളിപ്പോൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ വിളിക്കും ആ ഡയറക്ടറായിട്ട്. അപ്പോൾ ദുന്ദുവില്ലേ, ദുന്ദുവിനെ വിളിച്ചാൽ മതിയില്ലേ, ഞങ്ങൾ നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുമോ, അതൊക്കെ നമുക്ക് നിർത്തിക്കാം. നമ്മൾ എൻ്റെ പടം അക്രോസ് ദി ഓഷൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുന്ദു വന്നത്. ദുന്ദു വന്നതിനൊക്കെ ഈ ദുന്ദുവിനെ നേരത്തേക്ക് അറിയുന്നു. ഞാൻ മെക്സിക്കൻ ഭാഗത്തെ സെറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ദുന്ദുവിനെ കാണുന്നത്. അന്ന് ദുന്ദു ചീഫ് എന്താ പറയുക അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പൊ അന്ന് ഇതേപോലെ ഉമ്മയുടെ ചോദിച്ചു കുറെ ആയില്ലേ ഇൻഡിപെൻഡന്റ് ആയി കൂടെ. അപ്പം ഈ പറയുന്ന പോലെ എന്റെ ആദ്യത്തെ പടം ഞാൻ സംവിധാനം ചെയ്ത പടത്തേക്ക് അവസരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എന്താ പറയാ കറക്റ്റ് അവസരം വന്നപ്പോ ഞാൻ എന്താ പറയാ ശ്രീമതി വിളിച്ചു. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് വെച്ചിട്ട് ആർട്ട് ഭയങ്കരമാണ് പണിയെടുക്കും, ഭയങ്കര ആർട്ട് വർക്ക് എല്ലാം ചെയ്യും. പക്ഷെ കാണുന്ന സിനിമയിൽ കാണുമ്പോൾ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ഓപ്പറേഷൻ ജാവയിൽ സൈബർ സെല്ല് എല്ലാം ചെയ്തപ്പോൾ ഞാൻ ആ പടം കണ്ടതിന് ശേഷം ഞാൻ തുന്നോട് ചോദിച്ചു, ഇത് ശരിക്കുള്ള ലൊക്കേഷൻ നമുക്ക് ഷൂട്ട് ചെയ്തതാണോ എന്നറിയാണ്ട് അത്രയും റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പൊ പിന്നീടാണ് മനസ്സിലാക്കിയത് അത് ഫുൾ സെറ്റ് ആയിരുന്നു. മുൻപ് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമസ്കാരം. ഈ പടത്ത് ആർപ്പിനെ വിളിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ചെറിയ ബഡ്ജറ്റുള്ള പടമാണ്, നീ വന്നിട്ട് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഉറപ്പായിട്ടും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അപ്പം ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ ഈ
അപ്പൊ എന്നെ വന്ന് കാണുന്ന സമയത്ത് അർമോ സാർ ഉണ്ടായിരുന്നില്ല. അർമോ സാറിൻ്റെ വന്ന് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഫ്രഷ് ഹൗസിൽ പോയിട്ട് അല്ലെ ആ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ കോള് വരുന്നതും നമുക്ക് നന്നായി ഓണായി വന്നിട്ട് തിരിച്ച് അതെ കോള് വന്ന് പുറത്തു പോയി. ആദ്യം തിരിച്ചു വന്നപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ സാറ് വിളിച്ചു, ഓക്കെ പറഞ്ഞു, നമ്മൾ പടം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഒരു വീട്ടിലാണ് മേജർലി ഷൂട്ട് നടന്നത്. മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി എല്ലാവരും അവിടെയുള്ള എല്ലാം വിദ്യചേട്ടനാണെങ്കിലും പാറു ആണെങ്കിലും സാർ അജയ് സാർ ആണെങ്കിലും എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെ. ഒരാൾ കൂടി ഉണ്ട് ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ആണ് ഇത് ചെയ്തത്. അവിടെ ആ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ 35-40 ദിവസം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഒരു എന്റർടൈനർ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ ഈ 5 മിനിറ്റ് കൂടുമ്പോഴുള്ള ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇതിന്റെ കഥ പോയിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ സിനിമയിൽ പൊതുവെ ഞാൻ ആരോട് തല്ലുകൂടാറില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയത് എൻ്റെ എഡിറ്ററിൻ്റെ കൂടെ ആഷ്ണം പ്ലീസ്. പക്ഷെ അത്ര തല്ലുകൂടിയാലും ഭയങ്കര സ്നേഹമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ. റാഷൻ എന്താ പറയാ, ഇഷ്ടംപോലെ സിനിമയുണ്ട്. നമ്മളെ ഉമ്മയുടെ ആണ് തുടങ്ങിയത്. ഉമ്മയെ ഇന്ത്യ ഫിലിം തിയേറ്ററിന്റെ എഡിറ്ററായിരുന്നു. കുറി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. കുറെ നിരവധി എന്താ പറയാ OTT-യിൽ ഭയങ്കര എന്താ പറയാ അത്യാവശ്യം ഭയങ്കര റീച്ചോടെ പോകുന്ന ഒരു സിനിമയാണ് പോകുന്ന പറഞ്ഞിട്ട്. അതും റാഷനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഓഫ് ഗേറ്റ് ഫിലിം മേക്കിംഗ് ആണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം പഠിച്ചില്ല, കമേഴ്ഷ്യൽ പടം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നിരവധി പ്രാവശ്യം തല്ലുകൂടി എൻ്റെ ഈ കഷ്ടപ്പെട്ട ജേണിയിലൂടെ എൻ്റെ കൂടെ നിന്ന ഒരാളാണ് റാഷനുണ്ട്. ഞാൻ നൗഫൽ എന്ന് വിളിക്കാറ്. പക്ഷെ ഭയങ്കര ഞാൻ എത്ര തല്ലുകൂടിയാലും ബ്രദർലി സ്നേഹമുണ്ട്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ആവില്ലായിരുന്നു കാര്യം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നത്. ആക്ച്വലി ഇൻഡസ്ട്രിയിലാണ് ജൂൺ 26-നാണ് റിലീസ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഈ സിനിമയും സംഭവം ഒക്കെ എന്നോട് ബാക്കി എൻ്റെ പിള്ളേരുണ്ട്. ഞാൻ ഉറങ്ങാത്ത പോലെ ഇവരും എന്നോട് ഉറങ്ങായിരിക്കും. അതുപോലെ പാട്ട് പാടിയുണ്ട്. ഞാൻ എല്ലാവരെയും വിളിക്കാം. ആദ്യം ഇവരാണ് എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എൻ്റെ ടീം. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഇത് സോളി ചേച്ചി ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. സോളി ചേച്ചി ഞാൻ ഈ പടത്തിലാണ് പരിചയപ്പെടുന്നത് രൂപേഷേട്ടൻ വഴി. അതുപോലെ തന്നെ ഇത് അർജുൻബ്രോയെ അസാധ്യ സിംഗറാണ്. ആള് ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. ഒരു സർപ്രൈസ് സോങ് ഉണ്ട്, അത് അടിപൊളിയായിരിക്കും. ഇത് ഡാനി, ആളെൻ്റെ അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ആള് ഇതില് പാടിയിട്ടുമുണ്ട്. ആഷിക്കും എൻ്റെ അസിസ്റ്റന്റ് ആണ്. സംഭവം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് അർഷദ്. ഇവനാണ് എൻ്റെ പാട്ടുകളുടെ ലിറിക്കൊക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ കമ്പോസിഷനിൽ നല്ലപോലെ തന്നെ ചെയ്യുന്ന ആളാണ് ഇവര്. സംഭവം തൊട്ട് സംഭവമല്ല, അർഷദ് ശരിക്കും ഫൗസിയുടെ ബ്രദറാണ്, ചേട്ടനാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ അറിയാം. ഇത് ഗനി, ആളെൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാമറാണ്. ഞാൻ എന്തായാലും അർജുൻ ചേട്ടയിൽ മൈക്ക് കൊടുക്കാം. എനിക്ക് അർജുനെ പറ്റിയിട്ട് എൻ്റെ വാക്ക് പറയും. ഞാൻ അർജുനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ കുഞ്ഞെടുത്തു എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പറയുന്ന പോലെ ത്രൂ ഔട്ട് സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചാണ് അർജുൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അഭിനയിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ നല്ല ആക്ടറാണ്. പക്ഷെ ഈ പറയുന്ന ഒരു സിംഗറാണെന്നുണ്ടെങ്കിൽ കാര്യം ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് അർജുൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അവിടെ അഭിനയിക്കും, പക്ഷെ പാടുമോ? പാടുമ്പോൾ നന്നായി പാടും, നോക്കുന്നു. ഞാൻ വിചാരിച്ചു വീട്ടിൽ മൂളിപ്പാട്ട് പാടുന്ന സീനുകളായിരിക്കും. പക്ഷെ ഞാൻ ഗോഡനോട് റെക്കമെൻഡ് ചെയ്തു. ഗോഡൻ പറഞ്ഞു ഞാനൊരു പീസ് ക്ലിക്ക് അയച്ചുതരാം, ഒന്ന് ചുമ്മാ പാടിയിട്ട് എന്താ പറയുക വാട്സാപ്പിൽ അയച്ചപ്പോൾ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സാധനം ഒരു ലൈൻ കൊടുത്തു, മൂപ്പർ ചെയ്ത് അയച്ചു. അയച്ചു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം എന്താ പറയുക ഒരു സിംഗറാണ്. കാരണം ഗോഡൻ സാധാരണഗതിയിൽ അങ്ങനെ
ആരെ പറ്റിയിട്ടും ഭയങ്കരമായ അഭിപ്രായം പറയാം. ആ കുഴപ്പമില്ല, ഓക്കെ കൊള്ളാം, ഇത്രയൊക്കെ പറയുള്ളൂ. പക്ഷേ അതിഗംഭീരം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴാണ് ഞാനും ഞെട്ടും. ഹായ്, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. വളരെയധികം സന്തോഷം. കാരണം അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ പറയേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്കറിയാം കുഞ്ഞെന്തോ സിനിമ ചെയ്യുമ്പോൾ തൊട്ട്. ശേഷം പിന്നെ പടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ വർക്കാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടായിട്ട് തുടങ്ങാതെ വിചാരിച്ച് പാട്ട് പാടി തുടങ്ങി. പിന്നെ അപ്പൊ അങ്ങനെ പാട്ട് പാടി വന്ന സമയത്ത് ഞാനൊരു സിനിമ ചെയ്യുണ്ടായി. ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ഗുഡ് ഫെലോസ് ആണ്. അങ്ങനെ ഞാൻ അവരായിട്ട് കമ്പനി ചെയ്യും. അങ്ങനെയായിട്ട് അവരെ പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്തപ്പോൾ എന്റെ പാട്ട് അവർ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വന്നതാണ് എനിക്ക് പടത്തിലെ പാട്ട്. അത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ പണി എപ്പോഴെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എവിടെയെങ്കിലുമൊക്കെ ആ പണി എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി. അപ്പോൾ അതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ദീപക്കേട്ടന്, ബിനോയ്ക്ക് വലിയൊരു നന്ദിയായി തന്നെ. പിന്നെ എല്ലാവർക്കും നന്ദി. കോടതിനായാലും ചേട്ടനായാലും എല്ലാവർക്കും നന്ദി. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. പാട്ടുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചേട്ടൻ ഇടയിൽ ചോദിച്ചു, നിനക്ക് ഈ പാട്ടുകാരനാണോ അതോ ആക്ടർ ആവണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആക്ടറെ പോലെ പാട്ട് പാടി അഭിനയിച്ച് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. രണ്ടും ചെയ്തോളാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കൂടാതെ ഈ പടം ഹിറ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ പടം ഇറങ്ങി ഒരു ഇരട്ടി പൈസ കിട്ടിയാൽ മതി. ഈ പടത്തിന്റെ ഇറങ്ങിയ കയ്യിൽ നിന്ന് പോയ പൈസ ഒരു ഇരട്ടിയും കൂടി കിട്ടിയാൽ മതി അല്ലേ. കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കുതിപ്പിച്ചാണെന്നറിയില്ല, അടുത്ത പടത്തിൽ നിനക്ക് റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം വിജയിക്കാൻ വേണ്ടി, എന്നാലേ എനിക്ക് പടം കിട്ടുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ടീമിൽ എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്റെ കൂടെ പാടി സോണിക്കാൻ സംസാരിക്കാനുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ 7ാമത്തെ സിനിമയാണ് ഞാൻ പാടുന്നത്. താങ്ക് യു സോ മച്ച് രൂപേഷ് ചേട്ടാ. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഞാനൊരു ചെറിയൊരു പോർഷൻ ഡബ് ചെയ്യാനാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് കുറച്ച് മുൻപ്. പിന്നെ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം ഭാസ്കർ വർണ്ണത്തിന്റെ ടീമിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഗോഡ്വിന്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് അർജുൻ ചേട്ടൻ്റെ കൂടെ പാടിയത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് സിനിമയ്ക്കും എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഒട്ടും വയ്യ. നമ്മള് നിർബന്ധിച്ചിട്ട് ഞാൻ നിർബന്ധിച്ചില്ല. പക്ഷെ എന്താ പറയാ, വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമസ്കാരം. രൂപേഷ് ഇങ്ങനെ ഞാൻ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. ഇന്ന് തന്നെ ഒരു അതെ കുറെ കോളുകളും പനി ഒന്ന് മാറി ഫ്രഷ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. രൂപേഷിന്റെ ഈ ഒരു പുതിയ ഫിലിമിന് എല്ലാവരും ആശംസകളും നേരുന്നു. ഇതില് അർജുൻ ചെറിയൊരു ഭാഗവാക്കായിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ. അപ്പൊ ഇതിനു മുന്നേ ഫിലിംസിൽ പാടിയിട്ടുണ്ട്. ഒരു ഫിലിം ഇത് രണ്ടാമത്തെയാണ്. നിങ്ങളെന്നെ വിചാരിക്കരുത് എനിക്ക് എന്തൊരു ക്ലാരിറ്റി ഇല്ല ഇതിന്റെ കാര്യത്തിൽ. ഇതൊക്കെ ഒരു ഒറ്റ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഇത് മുന്നേ എപ്പോഴും പാടിയതാണ്. എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഭാസ്കര ഭരണം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ടീസർ കണ്ടു. പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടീസറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇനി 26-ാം തീയതി റിലീസ് വരികയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവർക്കും
എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയ പടങ്ങളാണെങ്കിലും പ്രേക്ഷകർ അതിൻ്റെ കണ്ടന്റ് ആണല്ലോ, സോ അത് നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.